അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. മക്കൾ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷവും വീട്ടിലും പ്രകാശവുമാണ്. യാ അല്ലാഹ്, നീ തന്ന സൗഭാഗ്യമാണ് ഞങ്ങളുടെ പൊന്നു മക്കൾ. അവർ എവിടെയായിരുന്നാലും നിൻ്റെ കാവലും രക്ഷയും ഉണ്ടാവണേ അല്ലാഹ്. ഇരു ലോകത്തും മാതാപിതാക്കളായ ഞങ്ങൾക്ക് തുണയാകുന്ന മക്കളാക്കണേ അല്ലാഹ്. എല്ലാ സുഖ സന്തോഷവും നൽകി ഞങ്ങളെ മക്കളെയും നീ കരുതലൂടെ കാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ നമ്മൾക്ക് വലിയ വിഷമം വരും. മക്കൾ ചെറുതിലേക്ക് നമ്മൾ പറയുന്നത് പോലെ എല്ലാം കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ മക്കൾ അനുസരണക്കേട് കാണിക്കുകയും പറഞ്ഞാൽ കേൾക്കാതെ വരികയും വികൃതികൾ, ദേഷ്യം, മടി, അങ്ങനെ പല ഇതിലും മക്കൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാറുണ്ട്. അവർക്ക് പഠിക്കുവാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, അവർക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മാനസികമായും ഒരുപാട് തകർന്നു പോകാറുണ്ട്. മക്കൾ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ വരുമ്പോഴത്തേക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയും കേൾക്കുകയും ചെയ്യാതിരിക്കും. നമ്മൾ മാനസികമായും ഒരുപാട് തകർന്നു പോകും. നമുക്ക് അപ്പോൾ അഭയം റബ്ബിനോട് മാത്രമേ ഉള്ളൂ പറയാൻ. അതിനു വേണ്ടി നമുക്ക് കുറച്ച് സൂറത്തുകൾ ഓതി ദുആ ഇരക്കാം അള്ളാഹുവിനോട്. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ ഈ 3 സൂറത്തുകൾ ഓതിയാൽ നമ്മുടെ മക്കളെ നേരെയാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മുടെ ഉമ്മമാർ പരിശ്രമിക്കുക. നമ്മുടെ ഉമ്മമാർ ചെയ്താൽ മാത്രം മതി. മഗ്‌രിബ് നമസ്കാര ശേഷം ഈ സൂറത്തുകൾ പതിവാക്കിയാൽ നമ്മുടെ മക്കളെ നല്ല വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കും. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്നും പതിവായി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ 1 വട്ടം, സൂറത്തുൽ യാസീൻ 1 വട്ടം, സൂറത്തുൽ ഖദർ 3 വട്ടം ഇങ്ങനെ ഓതി നമ്മുടെ മക്കളുടെ തലയിൽ ഊതുക. ഇങ്ങനെ തുടർച്ചയായി 21 ദിവസം തുടർച്ചയായി ചെയ്യുക. എത്ര ദുശീലങ്ങളുള്ള മക്കളായാലും ശരി, അവർ നന്നാവുക തന്നെ ചെയ്യും. മക്കളുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഉമ്മമാർ ഇതുപോലെ ചെയ്യുക. ഉമ്മമാർക്കാണല്ലോ മക്കളെക്കുറിച്ച് ഒരുപാട് ടെൻഷനുള്ളത്. ഈ സൂറത്തുകളെല്ലാം ഓതി അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല തീർച്ചയായും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും ശ്രമിച്ചു നോക്കുക. അൽഹംദുലില്ലാഹ്.